മലപ്പുറം ജില്ലയിൽ അഭികാമ്യമല്ലാത്തത് എന്തോ ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ നേതാക്കളായിരുന്നു. കേരളത്തിൽ അപരരെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നടത്തിയിരുന്ന ജൽപ്പനങ്ങളായിരുന്നു അത്. മറ്റ് ജില്ലകളിൽ നിന്നും ഭിന്നമായി മലപ്പുറം ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ഒരല്ലലുമില്ലാതെയാണ് അവിടെ ഹിന്ദുക്കൾ ജീവിച്ചു പോരുന്നതും. കേരളം ഒഴികെയുള്ള രാജ്യത്തെ മറ്റ് ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലും മുസ്ലിങ്ങൾ നേരിടുന്ന ഒരു വിവേചനവും മലപ്പുറത്ത് ഹിന്ദുക്കൾ നേരിടുന്നില്ല. അങ്ങനെ ഒരു പരാതി കുറഞ്ഞത് 68 വർഷത്തിനിടയിലെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും എത്തിയിട്ടുമില്ല. എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായിട്ടും 2% മാത്രം വരുന്ന ക്രിസ്ത്യാനികളും മലപ്പുറത്ത് സുരക്ഷിതരാണ്. മലപ്പുറത്തിനെതിരെ ഉയരുന്ന വാദങ്ങൾക്ക് ഒരൊറ്റ കാരണമേയുള്ളൂ: മറ്റിടങ്ങളിൽ നിന്നും ഭിന്നമായി മുസ്ലിങ്ങൾക്ക് അവിടെ ഭൂരിപക്ഷമുണ്ട്. ചരിത്രാതീത കാലം മുതൽ തന്നെ അത് അങ്ങനെയായിരുന്നു. കുഞ്ഞാലി മരയ്ക്കാന്മാർ സാമൂതിരിയുടെ രാജ്യത്തിന്റെ രക്ഷകരായി നിന്ന കാലത്തും പ്രദേശത്തെ ഭൂരിപക്ഷം മറ്റാർക്കുമായിരുന്നില്ല. 1ാം മരക്കാരുടെ കാലത്തു തന്നെയാണ് എഴുത്തച്ഛൻ തിരൂരുണ്ടായിരുന്നതും. സഹജീവിതത്തിന്റെ മഹത്തായ മലപ്പുറം മാതൃകയ്ക്ക് കുറഞ്ഞത് 10 നൂറ്റാണ്ടിന്റെയെങ്കിലും പാരമ്പര്യവുമുണ്ട്.